സോളോ എക്സിബിഷനാണ് ടച്ച് ദ നാച്ചർ. പ്രകൃതിയെ സ്നേഹിക്കാത്തവരാരും ഉണ്ടാവില്ല. പ്രകൃതിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് കൂടുതലും. അതുകൊണ്ടാണ് ആ രീതിയിലൊരു പെയിൻറ്റിങ്ങിലേക്ക് ഞാൻ വന്നത്. വാട്ടർ കളറിൽ ലാൻഡ്സ്കേപ്പ് എങ്ങനെ ചെയ്യാം. വാട്ടർ കളറ് ഒരു എൻ്റെ ഇഷ്ടപ്പെട്ട മീഡിയ ആയതുകൊണ്ട് അത് മാത്രമായിട്ടുള്ള ഒരു ഷോ ആയിട്ടാണ് ഇത് കാണുന്നത്. ഒരു 60ഓളം ചിത്രങ്ങളാണ് ഈ പ്രദർശനത്തിലുള്ളത്. 60-65ഓളം ചിത്രങ്ങളാണ് ഈ പ്രദർശനത്തിലുള്ളത്. അതിൽ ലാൻഡ്സ്കേപ്പ് എല്ലാം വാട്ടർ കളറാണ്. സിറ്റിസ്കേപ്പും ഉണ്ട്, ലാൻഡ്സ്കേപ്പും ആണ് കൂടുതലും. 2019 വർക്കാണ് ഇപ്പോൾ അതിൽ കൂടുതലായിട്ടുള്ളത്. പിന്നെ 2-3 വർഷം മുന്നത്തെ വർക്കും ഉണ്ട് കുറച്ച്. പിന്നെ വാട്ടർ കളർ മീഡിയത്തെക്കുറിച്ച് പറയാൻ കുറച്ച് റിസ്കി മീഡിയ ആണ്. അത് കുറച്ച് നല്ല ട്രാൻസ്പെറൻസി, അതായത് നമ്മൾ നല്ല ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു മീഡിയ ആണ്. എപ്പോഴും അബദ്ധങ്ങൾ സംഭവിക്കും, നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമ്മൾ നല്ല പ്രിപ്പറേഷൻ ഇല്ലാതെ ഒരു വർക്ക് ചെയ്യാൻ കഴിയില്ല. കൂടുതലായിട്ടും ഈ നിറങ്ങളെ നമ്മളൊരു ഇമേജ് ആണെങ്കിലും അതിൻ്റെ നിഴലുകളെയും വെളിച്ചത്തെയും ക്രമീകരിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ വാട്ടർ കളർ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിൽ സൂക്ഷ്മമായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് ധ്യാന രൂപത്തിൽ ചെയ്യേണ്ട, നല്ല മനസ്സ് ഏകാഗ്രമാക്കി ചെയ്യേണ്ട ഒരു മീഡിയയാണ് വാട്ടർ കളർ. ഏകദേശം എത്ര ചിത്രങ്ങളുണ്ട് ഇവിടെ? ഏകദേശം ഒരു 65ഓളം ചിത്രങ്ങൾ ഈ പ്രദർശനത്തിലുണ്ട്. പിന്നെ എത്ര കാലമായിട്ടാണ് ചിത്രകല? ഞാൻ ചെറുപ്പം മുതലേ ഞാൻ ചിത്രങ്ങൾ വരയ്ക്കും. പക്ഷേ പിന്നീട് ഇതിന്ന് കുറേ കാലം വിട്ടു നിന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ അക്കാദമിക്കായിട്ട് ഞാനത് പഠിച്ചിട്ടില്ല. കുറേ കാലം ഞാൻ ഇന്ന് വിട്ടു നിന്നൊരു സമയം ഉണ്ടായിരുന്നു. പിന്നീട് വീണ്ടും ഒരു 10 വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു ഞാൻ വീണ്ടും ഇതിലേക്ക് വന്നത്. നമ്മുടെ കുടുംബ പ്രാരാബ്ദങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട്, വീട് പണി അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് കുറേ അത് മാറ്റി വെച്ചായിരുന്നു. ഞാനൊരു ആർട്ടിസ്റ്റാണെന്നുള്ള ബോധം തന്നെ എനിക്കില്ലായിരുന്നു. പിന്നീട് റിലാക്സ് ആയതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഇതിലേക്ക് തിരിച്ചു വന്നത്. പിന്നെ ഈ വാട്ടർ കളർ മീഡിയം അന്ന് എനിക്ക് തോന്നിയെന്ന് ഭയങ്കര റിസ്ക് ആണെന്ന്, ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ബോധ്യമില്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ തുടങ്ങിയത്. പക്ഷേ വീണ്ടും അതിനോടുള്ള ഇഷ്ടം കൊണ്ട്, നല്ല എക്സ്പീരിയൻസ് കൊണ്ട് സ്വായത്തമാക്കിയെടുത്ത ഒരു കഴിവാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇതിലും ഇനിയും ചെയ്യാൻ പറ്റും. ഈ വാട്ടർ കളർ എപ്പോഴും അപ്ഡേഷൻ വരുന്ന സംഭവം. നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തോളം ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ചിത്രങ്ങളിൽ പുതിയ ശൈലികളിലേക്ക് വരും. അപ്പോൾ അതിന് നല്ല മാറ്റങ്ങൾ വരും. അത് നമ്മൾ നല്ല വർക്ക് ചെയ്താലേ അത് കിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും ജോലി എൻ്റെ ജോലി ഇതല്ല. ഞാൻ ഗോൾഡ് സ്മിത്താണ്. അതിൽ ലെറ്റർ ഡിസൈനിങ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞ ജീവിതത്തിന് കുറച്ച് സമയം മോഷ്ടിച്ചിട്ടാണ് എൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ സമയം മോഷ്ടിച്ചിട്ടാണ് ഈ ചിത്രങ്ങൾ ചെയ്യുന്നത്. പലരും എന്നോട് ചോദിക്കാറുള്ള ചോദ്യമാണ്, എങ്ങനെ ഈ ചിത്രങ്ങളൊക്കെ എത്ര ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, അതൊക്കെ ഇങ്ങനെ സംഭവിച്ചു പോകുന്നു. സമയം, നമ്മുടെ കഴിവുകളിൽ സമയം ഒരു പ്രസക്തമായൊരു സംഭവമല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ എപ്പോഴും ചെയ്യാൻ പറ്റും. നമ്മൾ സമയം ഉണ്ടാക്കി ചെയ്യും. അത്രയും ഇഷ്ടമാണ് ഈ വാട്ടർ കളറിനോട്. വാട്ടർ കളർ എന്ന് പറഞ്ഞാൽ ഒരു ലഹരിയാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ അതിനെ സ്നേഹിക്കണമെന്നവർക്ക് അറിയാം. വാട്ടർ കളറിനെ കുറിച്ചുള്ളൊരു അത് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ലെവലിൽ എത്തുന്ന വരെ അത് ചെയ്തുകൊണ്ടേയിരിക്കും. വീട്ടിലെല്ലാവരും സപ്പോർട്ടല്ലേ? എല്ലാവരും, കുടുംബം നല്ല സപ്പോർട്ടാണ്. കാരണം ഇതിന് സപ്പോർട്ടില്ലാതെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ എത്താൻ കഴിയില്ല. കാരണം നമ്മൾ വീട്ടിലെ പ്രാരാബ്ദം, വീട്ടിൽ നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ശല്യം ചെയ്യാൻ എന്തെങ്കിലും അതിന് തടസ്സം വന്നു കഴിഞ്ഞാൽ ആ വർക്ക് ഔട്ടായി. അപ്പോൾ അതുകൊണ്ട് നമ്മളെ വരയ്ക്കുമ്പോൾ നമ്മളെ ശല്യം ചെയ്യാറില്ല. പിന്നെ അധികം രാത്രിയൊക്കെയാണ് ചെയ്യാറ്. രാത്രിയാണ് കൂടുതലും വർക്ക് ചെയ്യാറ്. മക്കൾ 2 പേരും വരയ്ക്കും, അത്യാവശ്യമൊക്കെ വരയ്ക്കും. പക്ഷെ അവർക്കിത് കണ്ടിട്ട്, ഞാൻ എപ്പോഴും ചെയ്യുന്നത് കണ്ടിട്ട് ചിലപ്പോൾ ഒരു മടുപ്പൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് വലിയ ഒരു ഇതൊന്നുമില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ വരയ്ക്കുക 2 പേരും വരയ്ക്കും. ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ വരയ്ക്കുന്നത് കണ്ട് പഠിച്ചാൽ മതി, അത്രേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ പറയും. എന്നാലും 2 പേരും വരയ്ക്കും. പിന്നെ കുടുംബം നല്ല സപ്പോർട്ടാണ്. സപ്പോർട്ടില്ലാതെ നടക്കൂലേ, കാരണം അത്രയും ഏകാഗ്രത വേണ്ട ഒരു സംഭവമാണിത്. വീട്ടിൽ ഞാൻ എഡ്രിക്കോടിനടുത്ത് പൊട്ടിപ്പാറ എന്ന സ്ഥലത്താണ് താമസം. കോട്ടയ്ക്കലിനടുത്ത് എഡ്രിക്കോട് ആയുർവേദ കോളേജിനടുത്ത്, മലപ്പുറം ജില്ലയിൽ. എഡ്രിക്കോടിനടുത്താണ് താമസം. 2 മക്കൾ, ഭാര്യ. വീട്ടിൽ ഭാര്യ ഹൗസ് വൈഫാണ്. അമ്മ മരിച്ചു, അച്ഛനുണ്ട്.